ഉണ്ണി ബാലകൃഷ്ണൻ മാൻഡ്രേക്ക് ആണെന്ന് പറയുന്നു, അതല്ല മാൻഡ്രേക്കിനുള്ളിൽ രക്തമാണെന്ന് പറയുന്നു. പക്ഷേ കെ മുരളീധരന്റെ വിശ്വാസം വന്നിട്ടില്ല എന്ന് BJP പറയുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ ഏറ്റവും രസകരമായ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സന്ദീപിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. സന്ദീപ് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. അത് ശരിയായൊരു തീരുമാനം ശരിയായ സമയത്ത് എടുത്തതാണോ എന്നതിനെക്കുറിച്ചും എനിക്ക് ആശങ്കയുണ്ട്. കാരണം സന്ദീപിനെ പോലെ ഒരാളെ കോൺഗ്രസ് എടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ ആശങ്കയോ ഉണ്ടാകാൻ അത്തരമൊരു തീരുമാനം വഴിവെച്ചേക്കുമോ എന്നുകൂടി ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. ആ കാര്യത്തിനകത്ത് ഒരു മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് അനീഷ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കഴിഞ്ഞ ഒരു 2-3 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും വലിയ വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി BJP ആണ്. അതിപ്പോൾ 2011 15% BJPയുടെ വോട്ട് 2016 വരുമ്പോൾ 30% വർദ്ധിക്കുന്നുണ്ട്. ആ 30% പിന്നെ 21 ശ്രീധരൻ 35% ആക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു 10 വർഷത്തിനകത്ത് 20% വളർച്ച കാണിച്ച പാർട്ടിയാണ് BJP. പക്ഷേ കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അപ്പുറത്ത് 2011 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ഷാഫി പറമ്പിലിനെങ്കിൽ 2016 വരുമ്പോൾ അത് 17,000 ആവുന്നുണ്ട്. അതായത് BJP വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നത് പാലക്കാടിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. 2021 പക്ഷേ സ്ഥിതി മാറി എന്നുള്ളത് ശരിയാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചുണ്ടിനും കപ്പിനുമിടയിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ശ്രീധരനുണ്ടാക്കിയ ഒരു ഇഫക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ത്രികോണ മത്സരം ഈ 2024 കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ വന്ന് ഇത്രയും ആളുകളെയൊക്കെ കാണുകയും ഇന്ന് ഒരു ദിവസം മുഴുവൻ നമ്മൾ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആ സഞ്ചാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഒരു ത്രികോണ മത്സരം യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ. നോക്കൂ, നമുക്കിപ്പം